12 മണിയാകും വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടാക്കല്ലേ ഡ്യൂട്ടി ടൈം അല്ലേ? വീട്ടുകാർക്ക് മാത്രമേ കറണ്ട് എല്ലാം പോകുന്നില്ലേ? നമ്മള് 10 മണിന്റെ മുന്നിൽ 1200, 1400, 1500 കേട്ടോ. 10 മണിന്റെ മുന്നിൽ നമ്മൾ MBK എത്തിയില്ലെങ്കിൽ നമുക്ക് രാത്രി ഫുഡില്ലായിരുന്നു. അത് എത്തുന്ന കാര്യം സംശയമായി. 10 മണിയിൽ മുന്നേ എത്തണമെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ എത്താൻ ചാൻസ് കുറവാണ്. പക്ഷേ അടിച്ച് ചമ്പ്രക്കാവിലേക്ക് വിടുക, എല്ലാവർക്കും ഭക്ഷണം വാങ്ങി ഒന്നും നോക്കണ്ട. വീട്ടിലല്ലേ അത് കോണ്ടാക്ട് ചെയ്യേണ്ട സംവിധാനം എന്താ അല്ല? വളരെ ശ്രദ്ധിക്കണം സജിലേ. എന്താ അത്രയല്ലേ ഉള്ളൂ ലേറ്റ് ആയിട്ടല്ല. 10 മണിയാകുമ്പോൾ 10 മണി ഇന്നത്തെ ടൈമല്ല. ബാക്കിയുള്ള അറിഞ്ഞു നോക്കൂ. രാവിലെ 10 മണി സമയമല്ല അല്ല. നമ്മൾ കല്ലുകാര് പായന്നേരം വരെ വിളമ്പ നിൽക്കുന്നല്ലേ. പിന്നെ കളി കാരണം മട്ട നോക്കി വരുക. പിന്നെ അങ്ങനെ വേറെ കരച്ച് തുടങ്ങും. 8 മണി കരച്ച് തുടങ്ങും. വേറെ 8 മണിക്കൂടി തുടങ്ങിക്കുന്നത് 7 തന്നെ. ഒരുപാട് സംഗതി. രണ്ട് പാക്കറ്റ് അടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോരും. പൈസ ഉണ്ട് വരുമോ? പൈസ പൈസ ഞാൻ കൗണ്ടറിലുണ്ടെങ്കിൽ പൈസ പിന്നെ കൗണ്ടറിലുണ്ടാവും നിങ്ങൾ അല്ല വിളിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ മുകളിലേക്ക് കൗണ്ടറുണ്ടെങ്കിൽ 2 പാക്കറ്റൊന്നും പിടിക്കാൻ കഴിയില്ല. വീട് തരാൻ പറ്റുമോ? എടുക്കാം. ശരിയൊന്നുമില്ല. റോഡ് പറഞ്ഞാൽ മതി, കുറച്ചേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. 15 പറഞ്ഞായി. കാണുന്ന പോലെ എന്ത് ഈസിയായിട്ട് പറയും. അതെ, ചെറിയ ആൾക്കാർ പറയും നമ്മൾ വന്നാ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പറയും ഞാൻ കുറേ പ്രാവശ്യം വന്ന നിരുത്സാഹപ്പെടുത്തണം. പിന്നെ ഒരു 20 മിനിറ്റ് മല കയറാൻ. ഇനി 20 മിനിറ്റും കൂടി. ആ കാണുന്ന മലേന്റെ അപ്പുറമാണ്. എന്റെ പോകാൻ കഴിയില്ല. ആ കാണുന്ന മല ഇവര് കാസർഗോഡ് നിന്ന് 2 പേര് വന്നു. അങ്ങനെ കാണുന്ന മല ആ കാണുന്ന മലേന്റെ അപ്പുറല്ലേ എന്റെ വീട് താഴാന്ന് പറഞ്ഞ. അതൊന്നും പറയണ്ട കേട്ടാ. അതാ പറഞ്ഞത്. അവർക്ക് ഇപ്പല്ല അറിയുന്ന ആൾക്കാരുണ്ട്. കുറച്ച് നേരത്താ എന്തോന്ന് ചോദിച്ചേ എന്തേ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞേ. പിന്നെ നമ്മൾ അടൂരിന്റെ പടം കാണുന്നല്ലേ? അതെ, ഞാൻ അടൂരിന്റെ പടത്തില് ഈ ആള് തൂങ്ങി അടിച്ചാലെ കാണിക്കൂല. നമ്മള് പോകുന്ന ആളെ ഭാവങ്ങളെ കാണിക്കുക. ഇങ്ങനെ കേസ് ഗോലമാന്റെ ഉടയില കാണുക. എന്നോട് ഇത് വന്ന വഴി എല്ലോ വിളി കേട്ടാ. ഇതെന്നെ വന്ന വഴി. ഏടെയും കത്തൂടോ, നീ നടക്ക്. അതാണ് ഇന്നെ കണ്ണത്തഞ്ചാൽ എത്തിച്ചപ്പോ അത് മതി. കേരളം സമ്മതിക്കണം കേട്ടാ. വയസ്സുള്ള ആളെയല്ല. അതിന് സാധാരണ ജോലി കിട്ടണേ. ആ ഡോക്ടറിന്റെ കാര്യം കഴിക്കാറില്ല. പിന്നെ മണ്ണ് മത്സരം തിന്നണ്ടേ കാര്യങ്ങൾ. ഇയാളെ ഞാൻ അന്നേരത്തെ കിഷോറിനെ നിങ്ങൾ ആക്കരുത് ഒരുപാട് തവണ പറയുന്നുണ്ട് കേട്ടാ. ഏടാ ശൈലേഷേ, കിഷോർ സാറ് ആക്കര് വെക്കിന് ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച. ഇയാൾ എന്ത് കാര്യം തന്നെ പറയുന്നു. എന്ത് അറിവൊക്കെ അറിയാം. പുറമക്കാരനെ രക്ഷിച്ച് മായി വെക്കാൻ കഴിയില്ല. പിന്നെ എന്തെങ്കിലും തിന്നല്ലേ.
ഇതോ നിങ്ങൾ 1 മണിക്ക് വണ്ടീൻ്റെ അടുത്ത് എത്താൻ പറഞ്ഞിട്ട് 1 മണിക്ക് വണ്ടി ആ എന്നാലേ 2 മണിയാകുമ്പോൾ എത്തും. വെറുതെ പറഞ്ഞിനി നമുക്ക് അപ്പുറ സ്ഥലത്ത് പോകണ്ടേ, ബേക്കൽക്കോട്ട പോകണ്ടേ, ബേക്കൽ ബീച്ച് പോകണ്ടേ, 10 മണിയാകുമ്പോഴത്തേക്ക് MVK എത്തണ്ടേ. 1 മണി പറയാതെ രക്ഷയില്ല. എന്നാലും 2 മണിക്കെങ്കിലും ഇവിടുന്ന് എന്തെങ്കിലും നടക്കൂ. നമ്മൾ 10 മണിക്കിടെ എത്തേണ്ട പ്രതീക്ഷയല്ലേ മലവരെ, നടുക്കുന്ന നിന്നിട്ടെല്ലാം ഇതായേ. പമ്പിൽ സ്വര്യക്കേടായിട്ട് നിർത്തിയല്ലേ, അല്ലെങ്കിൽ നമ്മൾ നിർത്തുവാ. മൂപ്പറേത് കയറുക, മൂപ്പറാണെന്ന് പിടിച്ചില്ലേ, അയാളെ നിയമം പഠിപ്പിക്കുക. ആടെ നിന്ന് ഫോറസ്റ്റുകാരാ. പിന്നീട് ഞാൻ വിടുക വരാൻ കണ്ണൂർ വിട്ടു പോകും. ആടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു കാട് പോലത്തെ ഏരിയ അല്ലേ, അതത്ര റിസ്ക് ഇല്ല. കുറച്ച് കുട്ടികൾ നിർത്തിയത് അതിന് ചെറുങ്ങ നടന്നായി ഇത് കേട്ടോ വേഗം വന്നിട്ട് ഒന്നും കണക്ക് കിട്ടാനില്ല. കാരണം എന്നറിയാം, ഇതിനും ബാക്കിൽ നിന്ന് ടീം വരാനുണ്ട്. സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും. അതിലേക്ക് 20 മിനിറ്റ് നടക്കാൻ പോകുന്ന അവരൊരു എൻ്റെ വീട് താഴെയാന്ന് പറഞ്ഞത്. അത് സാരമില്ല, അത് നമ്മൾ തമാശ പറഞ്ഞാൽ അവർക്ക് അറിയാലോ. മനസ്സിലായാ, നമ്മൾ തമാശ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി. ഓളെ വിളിച്ചിട്ട് പറയും ഞാൻ നല്ല സ്ഥലം എന്ത് കാണാൻ ഭംഗി ഇത് വന്നൂടെ പറയണേ. റേഞ്ചില്ലല്ലോ. ഇല്ലല്ലേ, ഇതുമായിട്ട സ്ഥലം ഇനി എപ്പം കാണാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഒന്നിച്ച് പറയാം. ഇനി നെഗറ്റീവ് പറയുമ്പോൾ അവർ പറയാം കിട്ടണം കിട്ടണം എന്ന് പറയും. ഇപ്പൊ നമ്മള് കർണാടകയിലെ ഉള്ള കേട്ടാ, കർണാടക പറയുന്നു. അതെ, കർണാടക ബോർഡർ അല്ലേ, നമ്മള് കർണാടക ബോർഡറിൽ ഉള്ളത്. ഞാൻ വിളിച്ചില്ലല്ലോ. ചില സ്ഥലത്ത് കർണാടക കിട്ടും. ഇവിടെ റോമിങ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് ഇത് കിട്ടും. 2 ഇത് വരുന്നുണ്ട് റേഞ്ച്. ഇതിന് ബോർഡറാണല്ലോ. ആടില് പാറയില്ലേ, ഇത് കണ്ടില്ലല്ലോ പാറ. ആ പാറേൻ്റെ അപ്പുറം കർണാടകയാണ്. കാസർഗോഡ് കഞ്ഞി, ഇത് കർണാടക ബോർഡർ. ആ അതെ, അതെല്ലാം വെറുതെ പറയും. ഞാൻ കൊടുക്കേ അതപ്പോൾ എവിടെയും കൊത്തു. ആ നേരെ വൈകിട്ട് പോവാ. ഇത് അഡ്വഞ്ചർ ഏരിയ ആണ്. അഡ്വഞ്ചർ സാഹസിക യാത്ര ആഗ്രഹിക്കുന്നവർ സന്ദർശിക്കുന്ന സ്ഥലമാണ് റാണിപുരം. മനസ്സിലായോ? അത് ചെറുപ്പക്കാർ മാത്രമേ ഇവിടെ വരൂ, ഇഷ്ടപ്പെടുന്നവർ മാത്രം. അതാ കൊരങ്ങ പിള്ളേരെ രക്ഷപ്പെടുത്തുന്നപ്പാ, കടിച്ചാളിയും പിള്ളേരാ. ആളില്ലാതെ സ്ഥലമല്ലേ. അല്ല ഒറ്റയ്ക്ക് ഭീഷണിപ്പെടുത്തി പായിക്കാനാ. കുട്ടികളല്ലേ, ചെറിയ കുട്ടികളുടെ നല്ല വില്ല ഉറങ്ങാനാന്നല്ലോ. ആ പിള്ളേർ കടിച്ചാളിയപ്പാ. ആര് ഇല്ലപ്പാ, പോയില്ല. ഇല്ല ഇല്ല ഇങ്ങോട്ട് ഇല്ലാന്ന് തോന്നുന്നു. ഒരാള് മാത്രാ? ഇല്ലില്ല ഇല്ല ഇല്ല. ഡേഞ്ചർ സ്ഥലം ശ്രദ്ധിക്കണേ. ഹലോ പറയാൻ ശ്രദ്ധിക്കണോ? വണ്ടീൻ്റെ അടുക്ക പോയിരിക്കാൻ പറ. അതെ വിട്ടോ, നിങ്ങള് വണ്ടി എവിടെയാ അവിടെ അടുത്തേക്ക് വിട്ടോ, അല്ലെങ്കിൽ കുരങ്ങൻ പനി വരൂ. ഞാൻ ഇതിന്റെ ഒറ്റ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങള് ആനാന്നല്ലേ പറഞ്ഞോട്? അല്ലല്ല ആനിമൽസ് എന്ന് പറഞ്ഞേ. ഓ ഞാൻ ആനാന്ന് കേട്ടെ. ഞാനാന്ന് പറഞ്ഞേ, നിങ്ങൾ ആനാ പറഞ്ഞേ. ഞാൻ ഡെയിലി പോകുമ്പോ രാത്രി പോകുമ്പോ നമ്മുടെ പുഷ്പേച്ചിന്റെ വീടില്ലേ, ഇവർ പോയിട്ട് എന്റെ കഥ പറഞ്ഞുതരാം. ആ പ്രശ്നമില്ല, നിങ്ങൾ കഥ പറഞ്ഞോ. മിമിക്രി എടുക്കാനുണ്ട്.
അധികം മിമിക്രി എടുക്കണ്ട, ഷോർട്ടായിട്ട് പറഞ്ഞായി. അല്ല പറയാം, മിമിക്രി കേട്ടാൽ ഇങ്ങനെ ഇതാവും. ശബരിമലക്ക് പോലീസ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സ്പീക്കർ റെക്കോർഡ് ചെയ്ത ശബ്ദം അറിയാം. കടുവേന്റെ ശബ്ദമാണ്. ചെറുങ്ങനെ എടുത്താ ഉള്ളതുകൊണ്ട് എടുക്കണ്ട. ഞാൻ ഈ പന്നീനെ കണ്ടു കഴിഞ്ഞാൽ ഈ ശബ്ദമാക്കിയപ്പോ എന്നെ പന്നിയില്ലേ അട്ടപാടെ പേടിച്ച് വായി ചെയ്യാം. അപ്പൊ അത് ചെറുങ്ങനെ ശബ്ദം എടുത്തിപ്പോ ഇതിനെ ഈ ശബ്ദത്തിന് എല്ലാ മൃഗങ്ങളും പേടിക്കുന്നതാണ്. കടുവേന്റെ ശബ്ദം, കടുവ, നരി, പുലി അങ്ങനത്തെ ഇല്ലേ, ഏത് മൃഗം പേടിക്കും. അത് ഫൈറ്ററിനാണല്ലോ. കുട്ടികളെടുക്കാൻ വണ്ടിന്റെ അടുക്ക പോയിരിക്കാൻ പറ. അവര് പോയില്ല, അങ്ങോട്ട് പോയില്ലേ? പോയാ? കാണുന്നില്ല, അവര് പോയി. മൂന്ന് മക്കളപ്പോ. അതെ, ഒരു ഇന്ത്യക്കാരനെ വിചാരിച്ചു. സജിലേഷൻ ഇന്ത്യക്കാരനെ പോയി. ആരെന്നെയാ? അല്ല പോയിന്ന് പറഞ്ഞു. അല്ല, അന്നക്കണ സൽമാന്റെ ലുക്കിൽ തന്നെ. അതുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും അങ്ങനെ വിധത്തിലേ പറയൂ. ഇന്ത്യ നടന്ന വിചാരിച്ചേ. നടനാന്ന് വിചാരിച്ചോ ഞാനും കൂടി അങ്ങനെ അല്ലേ? അങ്ങനെ നമ്മൾ താഴത്തേക്ക് എത്തുമോ? അതെ, എത്താണെന്നുള്ളത് ഓക്കെ. ആരും ഇല്ലാലോ. ഇത് ഭയങ്കര നല്ല മഴക്കാറില്ലേ ബാബുട്ടേട്ടാ? ഇത് ഈ സ്ഥലം അങ്ങനെ തന്നെയാ ഇല്ല. മോഡൽ ഇത് പോട മഞ്ഞിന്റെ അപ്പുറത്തെ മലയിൽ നമ്മൾ അപ്പുറം കയറ്റിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുവേ. ആ പാറേൻ്റെ ഇട്ടാ ഫാമിലി ആയിട്ടും വന്നിട്ട് റൂട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഓടെ റൂട്ട് വരുന്നതിൽ ടെലിഫോൺ ബന്ധങ്ങളില്ലല്ലോ. പിള്ളേരല്ലോ എന്നെ ടൂറിസ്റ്റ് ആയിട്ട് വരാൻ ആഗ്രഹിക്കണം. എന്താ സാറേ? പിന്നെ എന്നോട് റാണിപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിക്കറി ഞാൻ പറയും കേട്ടാ. അതുകൊണ്ട് ഇത് സാഹസമായിട്ടുള്ള സംഗതിയാണ്. അതാണ് എളുപ്പ വഴി നോക്കരുത്, വെറുതെ ബുദ്ധിമുട്ടാന്ന് പറയാം. ആനപ്പെട്ടം കണ്ടാ ഞാൻ നേരത്തെ കൊടുത്തു. ഒന്നും ചെയ്യില്ല, വേറെ ഒരു സംവിധാനം ഇല്ല ഇവിടെ. പരിഹാരത്തിന് അതിന്റെ ഗാഠോ ഒന്നും ഇല്ലല്ലോ. ഞാൻ പിടിച്ചോന്ന് പറയാം, വേറെ ഒന്നുമില്ല. പിടിച്ചോന്ന് പറയാ. അവരോട് പറയണം, നിങ്ങൾ വിദേശത്ത് പൈസ വാങ്ങിക്കുമ്പോ അതിനൊരു സജ്ജീകരണം അവിടെ ചെയ്യുന്നില്ലല്ലോ. പുലിയല്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒന്നും അതാ ടീമായിട്ട് പോകാൻ പുലിയാകുമ്പോ നമ്മളെ പിടിച്ച് കൊണ്ടുപോയിക്കോളും. കൊണ്ടേക്കോളൂ. ആനയാകുമ്പോ ചവിട്ടി കൊന്നാടി ഇട്ടാൽ മതി. ഒന്നുമില്ല പുലിയൊന്നുമില്ല. പുലിയൊന്നും പിന്നെ ആന 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 കൊണ്ടുപോകുന്നില്ല, അയാൾക്ക് ഫൈറ്റ് ചെയ്യാം. ആന ചവിട്ടിക്കൊല്ലും. ആന ഒന്നുമില്ല, കൊമ്പിനെ കൊണ്ട് ഇങ്ങനെ കളിക്കും. പുലി കണ്ടപ്പോൾ എന്താ ചെയ്യാന്നറിയാം? ഇത് നമ്മള് ഷോർട്ട് വഴിയായിട്ട് നേരത്തെ പോയ വഴിയല്ല ഇതന്നെ. അല്ല എന്താ പിന്നെ എനിക്ക് സ്ഥലം മാറിപ്പോയാ? ഇത് നമ്മൾ വന്ന വഴിയാന്ന്. പിന്നെ നിങ്ങളിത് കണ്ണും പൂട്ടി അടക്കുന്നോട്ടാ തിരിയാതെ. ഇനി മറ്റേ പിടുത്തം വരും. കണ്ണ് ഇത് പകലാന്ന്. കണ്ണ് പൊട്ടിയാ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇരുട് ആന്ന് നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷെ ഇരുടല്ല, പകൽ തന്നെയാന്ന്. ഇതിപ്പോ നമ്മള് കുട്ടികളെ സ്ഥിതി എന്താന്ന് അറിയണേ. നമ്മളെ കൂടെ നമ്മള് സ്കോട്ടിലെ കുട്ടികളില്ലേ, അവരാ വയ്യാതെ വയസ്സുന്ന ആളുകളല്ലേ, കുട്ടികളെന്നാ പറയാ. ഇപ്പൊ ഇവിടെ വന്നിട്ടില്ലാന്ന് വെച്ചോ, ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോന്ന് എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ടതായി മനസ്സിലായില്ല അല്ലേ? ജന്മത്തിൽ വരുവായില്ല. അതാ അവിടെ പോയില്ലേ? ഞാൻ പോയിന്ന് അറിയാലോ. നിങ്ങളതുകൊണ്ട് സാഹസിക യാത്ര ചെയ്യണം, ചെയ്തില്ലേ? എല്ലാവരോടും പറയണം ഒരിക്കലും. പക്ഷെ ബാബുട്ടേട്ടെല്ലാം പോണ്ട ടൈം കഴിഞ്ഞു പോയി. പിന്നെ നിങ്ങൾ 18-19 റേഞ്ചിലാണെങ്കിൽ ഇതെല്ലാം പോണ്ടത്. 50 വയസ്സിലല്ല പോണ്ടത്. ഞാൻ 18 വയസ്സ് പോയിനി. ഞാൻ 14 വയസ്സ് പോയി. നമ്മളെ ഷോജിന്റെ ഒപ്പരോ ഷോജി അവൻ നമ്മളെ കുട്ടിയെ കൊണ്ടുപോയി ഈ സ്ഥലത്തേക്ക്. ഞാൻ 18 വയസ്സിൽ മേനർ ആവണെല്ലാം പറയുന്നിട്ട് വയസ്സ് കൂടുതൽ
എത്ര വയസ്സിന്റെ? അതറിയില്ല. സുനിക്ക് എത്ര വയസ്സുണ്ടാവും? എനിക്ക് 60 കഴിഞ്ഞായിരിക്കും. അയ്യോ നമുക്ക് ഇവർക്ക് അറിവൊന്നുമില്ലപ്പാ. ഇവരുടെ മുടി നരച്ചാ മുടി ഡയ്യാടാ. ഡയ്യാ അല്ലേ അടിക്കല്? ഞാനാ ഗൾഫ് കയറ്റി. ഞാൻ പിന്നെ ലോക്കൽ ബ്ലാക്ക് എണ്ണ ചെറിയ പാക്കറ്റ് ഇല്ലേ, 12 റുപ്യൻ്റെ. അതാ അതൊരിക്കൽ എടുത്തിട്ട് ഒരിക്കൽ തേക്കൂ. കുറേ നിൽക്കുവാ? 2 ആഴ്ച. 2 ആഴ്ച നല്ല സാധനമല്ലേ. ഞാൻ കാരണം സാധനം നിൽക്കുന്നേ ഇല്ല. 2-3 ദിവസം. എൻ്റെ ബാറിലെ ലുക്ക് വേണം നിങ്ങൾക്ക്. ബാറിലെ ലുക്കാ? നിങ്ങൾക്ക് ലുക്കിന് മനസ്സിലാ അല്ലേ? ഇവര് ബാറിലാണ്. ആനബാർ. ആനബാറില്ല. ഫോണിൽ ഡ്യൂട്ടിക്ക് നോക്കാൻ പറ്റുമോ? സമയമുണ്ടല്ലോ. അമ്മ ഇതാരാ മോനെ? ഭയങ്കര ഗെറ്റപ്പല്ലോ. ഇതാരാ നേരത്തെ യൂണിഫോം? ആർത്ത ഇതുപോലെ ഉണ്ടല്ലോ. നിൽക്കണോ? ആർത്ത MD പോലെ ഉണ്ടല്ലോ അല്ലേ? ഇത് വരുന്നോ? മാറില്ല. ശമ്പളം കുറവല്ലേ? അതന്നെ അവിടെ 20 റുപ്യ ഞാൻ റെഡി വന്നാളി. 20 റുപ്യ കിട്ടുക നമ്മൾ രാജാവല്ലേ. 12 മണി 12 വില ടൈം. അപ്പം 12 മണിയാവും. 12 മണിയിൽ തുടങ്ങുക. 10:30 ഡ്യൂട്ടി കഴിയുക. വണ്ടി വേണം. അപ്പം നിങ്ങളെങ്ങനെ വരുമോ സാർ വണ്ടി രാത്രി? മിസ്സായാൽ ഓട്ടോ. എത്ര പൈസ ഓട്ടോ? അത് പിന്നെ ഇങ്ങോട്ട് കാലിയെല്ലാം വരുന്നുണ്ടെങ്കിൽ 10-50 റുപ്യക്കല്ല. അത് പണിയെടുത്ത പൈസക്ക് കൊടുത്തോളൂ ഓടിയാണ്. അതിനെ പറഞ്ഞ 13 റുപ്യയില് 2-3 ഇതിന് പോകും വാഹനത്തിൽ. പിന്നെ കുറഞ്ഞ വർഷമില്ലല്ലോ എല്ലായിടത്തും ആയതുകൊണ്ട് കേട്ടാ. അപ്പൊ ശരിക്ക് ഡെയിലി 150 റുപ്യ നട്ടുണ്ടാവില്ലേ? അത് എന്ന് പറഞ്ഞാൽ ഈ അങ്ങ് ഉള്ളോട്ടൊക്കെ പറ്റൂ. തളിപ്പറമ്പ്, ശ്രീകണ്ഠപുരം, വടകര, എറണാകുളം അങ്ങോട്ടുള്ള ഇത് വളരെ തുച്ഛമായി നമ്മളെ കളി. എന്തിനു മതി?